ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ വിചാരിച്ചു എയർലൈൻസ് ഇപ്പോൾ ഒരു പാറ്റേൺ അല്ലാതെ കുറെ പാറ്റേൺസ് ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ റെഡിയാക്കിയേക്കാണ് ഒരുപാട് പീസസ് ഉണ്ട്. അപ്പോൾ അതിൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എയർലൈൻ പാറ്റേൺസ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാനിപ്പോൾ വേറെ ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ പറയാം. ഇത് നെറ്റ്കോട്ട ഫാബ്രിക് നെറ്റ്കോട്ടയാണ് കേട്ടോ. അതിനകത്തോട്ട് ഫുള്ളി ത്രെഡ് വർക്കാണ്. ത്രെഡ് കൊണ്ടുള്ള ഫുൾ എംബ്രോയിഡറി ചെയ്തിട്ട് കണ്ടോ, ഫുൾ ത്രെഡ് വർക്കാണ്. അതുകൊണ്ട് സിമ്പിൾ ആയിട്ടൊരു ഫ്രോക്ക് പോലെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു കാണിച്ചു തന്നേക്കാം. ഇതും കൂടെ വേറെ ഇത് കണ്ടോ, ഇത് ഫുൾ ഈ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. കണ്ടോ, പ്രിന്റ് അല്ല, ഫുള്ളി ത്രെഡ് വർക്കാണ്. അതുപോലെ ആ ലീഫിലോട്ട് സീക്വൻസ് ഒക്കെ കണ്ടോ, സീക്വൻസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു വൈറ്റ് ക്രോഷോ ലേസ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എയർലൈൻ പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പം ചെറിയൊരു പഫ് ഇവിടെ ഒരു എൽബോയില് ഒരു ചെറിയ പഫ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എൽബോ സ്ലീവ് ആയിട്ട് കൊടുത്ത് ഒരു എന്താ പറയാ ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫുള്ളി ത്രെഡ് ആണ് കേട്ടോ. നെറ്റ്കോട്ട ഫാബ്രിക്കിലോട്ട് ഫുള്ളി ത്രെഡ് വർക്കാണ്. എല്ലാ കളേഴ്സും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റ് പാറ്റേൺ. സെക്കൻഡ് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഗ്രീനിലോട്ട്, ഇത് കാണുമ്പോൾ സിമ്പിൾ ആയിട്ടാണെങ്കിലും ബോട്ടിൽ ഗ്രീൻ കളറിൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടി തന്നെ ചെയ്തേക്കുന്നതാണ്. ഈ ഒരു ജെറി കൊണ്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയാട്ടോ. വേറെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി കണ്ടോ. ഒരു മൾട്ടി കളർ ഇത് വരുന്ന ഒരു സെറി കൊണ്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് വി നെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ. അത് വേറെ ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി വരുന്നത് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ ക്ലോസ് ആയിട്ട്. പിന്നെ വന്നേക്കുന്നത് ഇതുപോലെ ഗ്രീൻ കളറിലോട്ട് ഒരു നല്ല ഒരു യോക്ക് വെച്ചിട്ട് ഇതുപോലെ മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു യോക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ സ്ലീവിലോട്ടും ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ളി നല്ലൊരു ഹെവി വർക്കുള്ള ഒരു ത്രെഡ് യോക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ കളറാണ്. പിന്നെ ഇതുപോലെ ഒരു ബ്ലൂ കളർ, ഈ ഒരു ബ്ലൂ കളർ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മളിതിപ്പം ചെയ്ത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജോർജറ്റ് ഇതിനകത്തോട്ട് ഒരു പടി പോലെ സിമ്പിൾ ആയിട്ട് ഒരു ലെയർ ഒരു നെറ്റിലോട്ട് ഹാൻഡ് വർക്ക് ചെയ്തൊരു ഫാബ്രിക് വെച്ചിട്ടുണ്ട്. ഒരു സിൽവർ കളർ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതെല്ലാം ഞാൻ വേറെ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ വന്നേക്കുന്ന റെഡിലോട്ട് തന്നെ ഗ്രീൻ തന്നെ ഒരു ഹാൻഡ് വർക്കുള്ള പാറ്റേൺ കാണിച്ചു തരാം. അടുത്തത് ഇതൊരു ഷിമ്മർ ജോർജറ്റ് എന്ന് പറയുന്നത്. അതിന്റെ തന്നെ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ. ഈ ഫാബ്രിക് തന്നെ നല്ല സൂപ്പറാണ്. ഇതുപോലെ കണ്ടോ, ഇതിനകത്തോട്ട് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഒരു ഷിമ്മർ അല്ല, ആക്ച്വലി ഇതിനേക്കാളും ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ്. അതിന്റെ യോക്കിലോട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്ക് ഉള്ള ഒരു ഫാബ്രിക് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇത് നല്ലൊരു ബേൺ ഓറഞ്ച് കളറാണ് കേട്ടോ. ഈ ഒരു കളർ ഇതുപോലെ ഈ ഒരു പാറ്റേൺ. പിന്നെ വന്നിട്ട് റെഡിലോട്ട് നല്ലൊരു ബനാറസിയുടെ വീവിങ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സൂപ്പർ ആയിട്ട്. ഇത് നല്ല രസമാട്ടോ. ഈ ഒരു ഇതും ഒരു ഷിമ്മർ ജോർജറ്റ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. ഇതിന്റെ യോക്കിലോട്ട് ഇതേപോലെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക്കിന്റെ യോക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. കണ്ടോ, സ്ലീവിലോട്ടും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽക്ക് ഫാബ്രിക്കിന്റെ യോക്ക് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കാണിച്ചത് തന്നെ നമ്മൾ റെഡിലോട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഗ്രീൻ ആണോ റെഡ് ആണോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതാ ഇവിടെ ഉണ്ട്. ഇത് റെഡ്, ഇത് ബോട്ടിൽ ഗ്രീൻ. കണ്ടോ, ഈ ഒരു ഫുള്ളി നല്ല ത്രെഡ് വർക്കുള്ള ഒരു യോക്ക് വെച്ചിട്ടുള്ള റെഡും കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രീൻ. അപ്പൊ ഈ ഒരു പാറ്റേൺ കണ്ടോ, നല്ല ഭംഗിയാണ്. നമ്മൾ ആ ഒരു ചെറിയൊരു കസവിന്റെ ബോർഡർ, അതായത് ബനാറസിയുടെ പ്യൂർ, അതായത് മൾട്ടി കളർ വരുന്ന ഒരു ബോർഡർ ആട്ടോ. നോർമൽ കസവ് അല്ല ഇത്. അപ്പൊ അതുകൊണ്ടൊരു ബോർഡർ വെച്ചിട്ട് മിഡിൽ പീസ് ഒക്കെ വെച്ചിട്ട് നല്ല ഡ്രസ്സാട്ടോ. വേണമെങ്കിൽ നമുക്ക് സെയിം ടോൺ തന്നെ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അത്രയ്ക്കും സിമ്പിൾ ആയിട്ട് നല്ല ഗ്രീൻ കളർ പാറ്റേൺ ഇതേപോലെ ഇട്ടിട്ട് നല്ല ബോട്ടിൽ കളറിലോട്ട് ഇതുപോലെ മൾട്ടി കളർ യോക്കാണ്. അത് നല്ല എംബ്രോയിഡറി വരുന്ന ഒരു ഹെവി യോക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. സ്ലീവിലോട്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മെറൂൺ അല്ല, അതിന് റെഡിഷ് മെറൂൺ കളർ ഇതേപോലെ ഉണ്ടാവും. ബ്ലാക്ക് കളർ യോക്ക് വെച്ചിട്ട് ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ്, സ്ലീവിലോട്ട് ഇതേപോലെ ബോർഡർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. ഇത് നമ്മൾ ചെറിയൊരു മിറേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കണ്ടോ, ഇതിനകത്ത് കാണുന്നത് മിറേഴ്സും ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. സ്ലീവിന് ബോർഡർ കൊടുത്തിട്ട് നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ ഇതുപോലെ. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെയാണ്. നല്ലൊരു റയർ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കളർ ഇതേപോലെ. ഓക്കെ, നല്ലൊരു അടിപൊളി അക്വാ ബ്ലൂ കളറാണ് കേട്ടോ. അതുപോലെ നമ്മുടെ അകത്തോട്ട് ഒരു 3 ലെയർ ഒരു ഹാൻഡ് വർക്കിന്റെ ഇത് വെച്ചിട്ടുണ്ട്, ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ നമുക്ക് ഇപ്പൊ കാണിച്ചതിന്റെ എല്ലാത്തിന്റെയും ഒരുപാട് സൈസസ് ഒന്നുമില്ല, ലിമിറ്റഡേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഡിഫറെന്റ് പാറ്റേൺ ആയിട്ട് കാണിച്ചത്, ഒരെണ്ണം തന്നെ കാണിക്കാതെ. അപ്പൊ നമുക്ക് ഉള്ളതിന്റെ ഓർഡർ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.